ചരിത്രങ്ങൾ പോയ കാലത്തിന്റെ അവശേഷിപ്പുകളാണ്. പൈതൃകങ്ങൾ തലമുറകൾ കൈമാറി വന്നവയും. അതൊരു പക്ഷേ ബാല്യത്തിന്റെ കുസൃതി തരങ്ങളിൽ മുത്തശ്ശിയുടെ മുറുക്കിച്ചു വന്ന ചുണ്ടുകൾ നമുക്ക് പകർന്ന കഥകളിലാവാം. അല്ലെങ്കിൽ നിറംകെട്ട ബോർഡിൽ പൊടിച്ചോക്ക് അമർത്തിയെഴുതി അമ്മിണി ടീച്ചർ പഠിപ്പിച്ച ഹിസ്റ്ററിയുടെ അരോചകമായ ക്ലാസ് മുറികളിലാവാം. അക്ഷരത്തെറ്റു വന്ന സ്ലേറ്റിൽ മഷിത്തണ്ടുരച്ചു മായ്ച്ച ലോകം ഇന്നില്ല. ഇന്ന് സ്മാർട്ട് ക്ലാസ് മുറിയിലിരുന്ന് പുഴയും മഴയും ഉണ്ടായിരുന്നുവെന്ന് പഠിക്കുന്ന ലോകമാണ്. ഇവിടെ നിന്ന് പുറകിലേക്ക് നോക്കാൻ എപ്പോഴും തോന്നാറില്ലേ? ഇവിടെ അടയാളങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ അറിവുകളാകുമെന്ന പ്രതീക്ഷയിൽ സ്വാഗതം അറിവടയാളത്തിന്റെ ഏറ്റവും പുതിയ ഭാഗമാകുവാൻ. ചരിത്രം എവിടെ ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു? കൃത്യമായ തെളിവുകളും അറിവുകളുമില്ലാതെ അവയിലെ മിഥ്യയും ഉണ്മയും തിരിച്ചറിയാൻ വയ്യാത്ത വിധമാണ്. ഇവിടെ നമുക്ക് ചരിത്രങ്ങളെക്കാൾ ഐതിഹ്യങ്ങളാണ്. ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന മലപ്പുറത്തിന്റെ ചരിത്ര ഭൂമികയിലാണ് ഞാനിപ്പോൾ. ത്രിമൂർത്തികളുടെ സംഗമസ്ഥലം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനാവായയിൽ. തിരുനാവായ എന്ന പേരിനു പിന്നിൽ കഥകളേറെയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിലും ചരിത്രകാരന്മാരും പല വിശദീകരണങ്ങളാണ് പേരിന് നൽകിയിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വ്യാപാര തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്ന തിരുനാവായയിൽ വിദേശികൾ എത്തിയപ്പോൾ അവർ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചായിരുന്നു തിരുനാവായയ്ക്ക് പേര് നൽകിയത്. ബന്ദർ എന്ന് പറഞ്ഞാൽ അറബിയിൽ തുറമുഖം എന്നാണ്. അപ്പോൾ ഇവിടെ കച്ചവടത്തിന് വന്ന അറബികൾ തിരുനാവായയെ കച്ചവട തുറമുഖമായിട്ടാണ് കണ്ടിരുന്നു എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അതുപോലെ യമർ, അവർ ലോക ചരിത്രം പരിശോധിക്കപ്പെടുമ്പോൾ യമർ ഏറ്റവും കൂടുതൽ പട്ടുടയാടകളും ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചിരുന്ന, നല്ല ക്വാളിറ്റിയുള്ള പട്ടുകളൊക്കെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു യമർ. ആ രാജ്യക്കാർ തിരുനാവായയെ വിളിച്ചിരുന്നത് മുതിരിക്കാട് എന്നാണ്. മുതിരിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമൻ ഭാഷയിൽ വ്യാപാര കേന്ദ്രം എന്നാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം എന്ന നിലക്ക് ബ്രഹ്മ തുറമുഖമെന്നും തിരുനാവായ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഒരു പ്രദേശമാണ് തിരുനാവായ. ത്രിമൂർത്തി സംഗമം കൊണ്ട് തെക്കൻ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശം മാമാങ്ക പെരുമ കൊണ്ടും പ്രസിദ്ധമാണ്. AD 800-നും 1000-നും ഇടയിൽ തിരുനാവായ വ്യാപാര തലസ്ഥാനമായിരുന്നു അത്രേ. അന്ന് ചേര പെരുമാക്കന്മാരാണ് ഈ ഭൂപ്രദേശങ്ങൾക്ക് ഉടമയായിരുന്നത്. അവരുടെ ഭരണസിര കേന്ദ്രവുമായിരുന്നു തിരുനാവായ. അന്ന് ചേര പെരുമാക്കന്മാർക്ക് കീഴിലായിരുന്നു നാട്ടുരാജാക്കന്മാരുടെ സ്ഥാനം. ചുരുക്കി പറഞ്ഞാൽ ചിതറിക്കിടന്ന കേരളത്തിന്റെ മുഴുവൻ അധികാരവും ചേര പെരുമാക്കന്മാർക്ക് കീഴിലായിരുന്നു. അക്കാലത്തു തന്നെ തിരുനാവായയിൽ മാമാങ്കോത്സവം ആരംഭിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നീട് ചേര പെരുമാക്കന്മാർ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പോകുന്നതിനു മുൻപ് നാട്ടുരാജാക്കന്മാർക്ക് രാജ്യം വീതിച്ചു നൽകി. വെള്ളത്താൽ ചുറ്റപ്പെട്ട പൊന്നാനി പ്രദേശം വെട്ടത്ത് രാജാവിനും കോഴിക്കോട് സാമൂതിരി രാജാവിനും തിരുനാവായയും പാലക്കാടിന്റെ ഒരു അതിർത്തി വരെയും വള്ളുവനാട് കോനാതിരിക്കും നൽകി. ഭരണസിരാ കേന്ദ്രവും വ്യാവസായിക തലസ്ഥാനവുമായിരുന്ന തിരുനാവായയ്ക്കു വേണ്ടി സാമൂതിരി ആവശ്യമുന്നയിച്ചു. എന്നാൽ കൊണ്ടും കൊടുത്തും പിടിച്ചടക്കാം എന്നാണ് ചേരപെരുമാൾ സാമൂതിരിയോട് മറുപടിയായി പറഞ്ഞത്. പിന്നീട് വെട്ടത്ത് രാജാവിന്റെയും സാബദർ കോയമാരുടെയും സഹായത്തോടെ മാമാങ്കത്തിൽ സാമൂതിരി വള്ളുവനാട് കോനാതിരിയെ പരാജയപ്പെടുത്തി തിരുനാവായ പിടിച്ചടക്കുകയായിരുന്നുവത്രേ. പിന്നീടങ്ങോട്ട് മാമാങ്കോത്സവം ഒരു ദേശത്തിന്റെ ഉത്സവം എന്നതിൽ നിന്ന് മാറി ഒരു രാജ്യത്തിന്റെയും രാജാവിന്റെയും പ്രജകളുടെ ആത്മാർപ്പണത്തിന്റെ ചരിത്രം കൂടിയായി. പ്രകൃതിരമണീയമായ തിരുനാവായയുടെ ഹൃദയഭാഗത്താണ് നാവാമുകുന്ദ ക്ഷേത്രമുള്ളത്. നിലയിൽ നിന്നെത്തുന്ന കാറ്റേറ്റ് ആൽമരങ്ങളുടെ തണലും തലോടലുമേറ്റാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. നിളയ്ക്കക്കരെ ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവുമാണ്. ഒരിടവേളയ്ക്ക് ശേഷം ക്ഷേത്രമുറ്റത്തു നിന്നും നിളയെ നോക്കിക്കാണുമ്പോൾ നിള നിറഞ്ഞൊഴുകുകയാണ്. പക്ഷേ കഴിഞ്ഞ മാസം ഈ ഭാഗത്ത് വെച്ച് ഒരാൾ ഒഴുക്കിൽപ്പെട്ടിരുന്നു.
അതിനുശേഷം ഇവിടെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നവയോഗികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് തിരുനാവായയിലെ ത്രിമൂർത്തി ക്ഷേത്രങ്ങൾ. സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിന്റെ മൂർത്തിഭാവങ്ങൾ. നീളാനദിക്ക് വലതുഭാഗത്ത് നാവാമുകുന്ദ ക്ഷേത്രവും ഇടതുഭാഗത്ത് ബ്രഹ്മക്ഷേത്രവും ശിവക്ഷേത്രവുമാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏക ബ്രഹ്മക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നാവാമുകുന്ദനെ ദർശിക്കുന്നവർ അക്കരെ ബ്രഹ്മ ശിവക്ഷേത്രങ്ങളും ദർശിക്കണമെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നവയോഗികളാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതിൽ 8 പ്രതിഷ്ഠകൾ മുൻപ് നടത്തിയെങ്കിലും 9ാമത്തെ പ്രതിഷ്ഠ മാത്രമാണ് നിലനിന്നത്. നാവാമുകുന്ദന്റെ പ്രതിഷ്ഠയ്ക്കും മറ്റൊരു പ്രത്യേകതയുണ്ട്. നവയോഗികൾ പ്രതിഷ്ഠിച്ച 8 വിഗ്രഹങ്ങളും ഭൂമിയിലേക്ക് താഴ്ന്നുപോയത്രേ. 9ാമത്തെ പ്രതിഷ്ഠയാണ് നിലനിന്നതെന്നാണ് പറയപ്പെടുന്നത്. നാവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ അയ്യപ്പ ക്ഷേത്രവും നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളുടെ പരിസരത്ത് തന്നെയാണ് ദേവസ്വം ഓഫീസും പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് മാമാങ്ക സ്മാരകങ്ങളെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണകൾ നൽകുന്ന സൂചനാ ബോർഡുകളും ദേവസ്വം സ്ഥാപിച്ചിട്ടുണ്ട്. നാവാമുകുന്ദ ക്ഷേത്രം ബലിയിടൽ കർമ്മങ്ങളുടെ പേരിലാണ് പ്രശസ്തം. മഹർഷി ജമദഗ്നനെ കാർത്തവീര്യാർജുനൻ കൊലപ്പെടുത്തി. ഇതിൽ മനംനൊന്ത അദ്ദേഹത്തിന്റെ പുത്രൻ പരശുരാമൻ ക്ഷത്രിയരെ ഒന്നടങ്കം കൊലപ്പെടുത്തി. എന്നിട്ടും ജമദഗ്ന മഹർഷിയുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചില്ല. ഒടുവിൽ തിരുനാവായയിലെത്തി ശേഷക്രിയകൾ ചെയ്തതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം ലഭിച്ചതെന്നാണ് ചരിത്രം. അന്നു മുതലാണ് നാവാമുകുന്ദന്റെ മണ്ണിൽ ബലിയിടൽ ആരംഭിച്ചത്. പിതൃവംശജാതാ മാത് തദവംശഭവാമതീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂതഭൃത്യ തദൈവ ആശ്രിതസേവകാശ്ച. തിരുനാവായ ബലിതർപ്പണത്തിന്റെ പേരിൽ കൂടി പ്രശസ്തമാണ്. കർക്കിടകവാവിനു മാത്രമല്ല, ദിനംപ്രതി ആയിരങ്ങളാണ് നാവാമുകുന്ദന്റെ മണ്ണിൽ ബലിതർപ്പണ കർമ്മങ്ങൾ ചെയ്യുന്നതിനായി എത്തുന്നത്. ക്ഷത്രിയനായ കാർത്തവീര്യാർജുനനാൽ വധിക്കപ്പെട്ട ജമദഗ്ന മഹർഷിയുടെ ആത്മാവിന്റെ മോക്ഷപ്രാപ്തിക്കായി അദ്ദേഹത്തിന്റെ പുത്രനായ പരശുരാമൻ തിരുനാവായയിലെത്തി ബലിയിട്ടുവെന്നും അതിനുശേഷം ജമദഗ്ന മഹർഷിയുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചു എന്നാണ് പുരാണം. അന്നു മുതലത്രേ തിരുനാവായയിൽ ബലിയിടൽ കർമ്മത്തിന് തുടക്കമായത്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇന്നും നാവാമുകുന്ദന്റെ മണ്ണിലേക്ക് ബലിയിടാൻ ആയിരങ്ങളുടെ പ്രവാഹമാണ്. ചരിത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നാവാമുകുന്ദ ക്ഷേത്രം. മാമാങ്കം നടന്നത് ഈ ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ടാണ്. ഈ ക്ഷേത്രത്തിൽ ബലിയിടൽ കർമ്മത്തിന് പ്രാധാന്യമുണ്ട്. പരശുരാമൻ ക്ഷത്രിയൻ നിഗ്രഹം കഴിഞ്ഞ് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഈ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് വെച്ചിട്ട് ബലി കർമ്മങ്ങൾ നടത്തി എന്നതാണ് ഇവിടെ ബലിതർപ്പണത്തിന് പ്രധാനം വരാനുള്ള കാരണം. പിന്നെ ധാരാളം ആൾക്കാർ ഇവിടെ ബലിതർപ്പണത്തിനായി എത്തുന്നുണ്ട്. ആൾക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ചെയ്തിട്ടുണ്ട്. ഇതാണ് പഴുക്ക മണ്ഡപം. ഇവിടെ എത്തിയാണ് മാമാങ്കത്തിൽ വിജയിയായ രാജാവും പത്നിമാരും നാവാമുകുന്ദനെയും ശിവനെയും ബ്രഹ്മാവിനെയും വന്ദിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നു. ഇവിടെ നിന്ന് തന്നെയാണ് രാജപത്നിമാർ നാവാ മണപ്പുറത്ത് നടന്ന മാമാങ്കവേല വീക്ഷിച്ചിരുന്നതും. മാഘമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് ഒരു മാസം നീണ്ടുനിൽക്കുന്ന മാമാങ്കോത്സവത്തിന്റെ ആരംഭം.
മാഘമകം എന്ന പേര് ലോപിച്ച് മാമാങ്കം എന്ന പേരായി ചുരുങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. നാവാമണപ്പുറത്ത് നടക്കുന്ന മാമാങ്കവേലയ്ക്ക് മുന്നോടിയായി നിലപാട് തറയിലെത്തി രാജാക്കന്മാർ മാമാങ്ക പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതാണ് മാമാങ്കോത്സവത്തിന്റെ പ്രാഥമിക ചടങ്ങ്. പിന്നീട് നിലയുടെ മണൽത്തിട്ടയിൽ 1 മാസം നീണ്ട ഉത്സവമാണ്. മാമാങ്കവുമായി ബന്ധപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ നിരവധിയുണ്ട്. പഴുക്കുമണ്ഡപവും മരുന്നറയും മണിക്കിണറും നിലപാടുതറയും ചങ്ങമ്പള്ളി കളരിയുമെല്ലാം ചേർത്തുവെക്കുമ്പോൾ പോയ കാലത്തിന്റെ സംസ്കാരങ്ങളുടെ സമൃദ്ധിയുടെ സുവർണ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാവുകയാണ്. ഗാന്ധി സ്മാരകത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1948 ഫെബ്രുവരി 12 മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം അന്നത്തെ AICC പ്രസിഡന്റ് സുജേത കൃപലാനിയിൽ നിന്നും കേരള ഗാന്ധി K കേളപ്പൻ ഏറ്റുവാങ്ങി നിളയിൽ നിമജ്ജനം ചെയ്തു. അതിന് 1 വർഷത്തിനു ശേഷം നിർമ്മിച്ചതാണ് ഗാന്ധി മണ്ഡപം. തിരുനാവായ ക്ഷേത്രത്തിലേക്ക് തിരിയുന്നിടത്ത് ഗാന്ധി സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഗാന്ധി മണ്ഡപത്തിന് പിറകിലും ഒരു ചരിത്രമുണ്ട്. അത് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ്. 1948 ഫെബ്രുവരി 12 മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിളയിൽ നിമജ്ജനം ചെയ്തു. കേരള ഗാന്ധി K കേളപ്പനാണ് അന്നത്തെ AICC ജനറൽ സെക്രട്ടറിയായിരുന്ന സുജേത കൃപലാനിയിൽ നിന്നും ഏറ്റുവാങ്ങി നിമജ്ജനം ചെയ്തത്. ആ ചരിത്ര നിമിഷത്തിന്റെ ഓർമ്മ പുതുക്കലായാണ് ഗാന്ധി മണ്ഡപം നിർമ്മിച്ചത്. അന്നു മുതൽ പിന്നീടുള്ള എല്ലാ ഫെബ്രുവരി 12 നിള നദിക്കരയിൽ സർവോദയമേള സംഘടിപ്പിച്ചു വരുന്നു. രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഗാന്ധിയന്മാർ മേളയിൽ ഒത്തുകൂടും. ജാതിമത രാഷ്ട്രീയ വർഗഭേദമില്ലാതെ മതമൈത്രിയുടെ സന്ദേശമുയർത്തുന്ന ആ ഒത്തുചേരലിന് ഇപ്പോൾ 66 വർഷത്തെ പ്രായമുണ്ട്. ഈ ചരിത്ര സംഭവത്തിനും സാക്ഷി നിള തന്നെ. ഇനി മരുന്നറയിലെ കാഴ്ചയിലേക്ക്. തിരുനാവായ മറ്റൊരു കാര്യത്തിൽ കൂടി പ്രശസ്തമാണ്. ഇനിയുമുണ്ട് കാണാ കാഴ്ചകളേറെ. കാത്തിരിക്കുക ഒരു ഇടവേളയ്ക്ക് ശേഷം. വന്ദേ നീളാനദി ജീവപ്രവാഹമേ മാമലനാടിന്റെ മാതൃസ്വരൂപമേ. വന്ദേ നീളാനദി ജീവപ്രവാഹമേ മാമലനാടിന്റെ മാതൃസ്വരൂപമേ.
കരരണ്ടിലും മണ്ണു കലയാക്കി മാറ്റിയ കരരണ്ടിലും മണ്ണു കലയാക്കി മാറ്റിയ കാതരയാം പ്രാണ പുണ്യാഹമേ വന്ദേ നീടാനദി ജീവപ്രവാഹമേ മാമലനാടിൻ്റെ മാതൃസ്വരൂപമേ